അവർ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന്റെ പഞ്ചായത്തിന്റെ ഒരു വീഴ്ചയായിട്ടാണ് നമ്മൾ കണ്ടിട്ട് ഒരു പ്രതിഷേധ സംഘടിപ്പിക്കുന്നത്. അല്ല, ഇതില് നാട്ടിലൊരു ദുരന്തമുണ്ടായാൽ സ്വാഭാവികമായും അതിൽ ദുരന്തത്തിൻ്റെ ഭാഗമായി ബാധിതരോടുള്ള ഐക്യദാർഢ്യം, സ്വാഭാവികമായി മനുഷ്യരെന്ന നിലയിലുള്ള ദുഃഖം, പ്രതിഷേധം ഉണ്ടാവേണ്ട കാര്യമാണെങ്കിൽ പ്രതിഷേധം, ഇതെല്ലാം സ്വാഭാവികമാണ്. അതിനൊന്നും ആരും തള്ളി പറഞ്ഞിട്ടില്ല. എന്നാൽ അനന്തു കൊല്ലപ്പെട്ട ഉടനെ തന്നെ നിലമ്പൂരിലുണ്ടായ പ്രതിഷേധം, അതിനോട് വിയോജിക്കുകയാണ് ചെയ്തത്. വിയോജിപ്പിൻ്റെ കാരണം ആശുപത്രിയിലേക്കുള്ള വഴിയാണ് തടയുന്നത്. അത് ഏതൊക്കെ തരത്തിൽ പിന്നെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ അത്യാസന്ന നിലയിൽ ഒരു രോഗി ആശുപത്രിയിലേക്ക് ആ സമയത്ത് വന്നാൽ അവിടെ വഴി തടയുന്നതുകൊണ്ട് എന്തായിരിക്കും അതിൻ്റെ ഫലം? അപ്പോൾ വീണ്ടും വിചാരമില്ലാതെ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ തന്നെ നേതാക്കന്മാർ അതിടപെട്ട് പരിഹരിക്കേണ്ടതാണ് ആ വിഷയം. ആ കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ എന്ത് പ്രതിഷേധത്തിനും ആർക്കും അവകാശമുണ്ട്. ഇത്തരത്തിലാകുമ്പോൾ അത് കൂടുതൽ ദുരന്തങ്ങളിലേക്ക് ഒരുപക്ഷെ നയിച്ചേക്കും. അപ്പോൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് മാത്രമേ ആ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. 2 മാസം മുൻപാണ് അവിടെ പുത്തിരിപ്പാടത്ത് മറ്റൊരാൾ ഇതുപോലെ കൊല്ലപ്പെട്ടു. അദ്ദേഹം തെങ്ങേറ്റ തൊഴിലാളി മറ്റോ ആണെന്നാണ് തോന്നുന്നത്. പുത്തൻ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന കുഞ്ഞുകുട്ടൻ മരിച്ചു. അപ്പോൾ അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ആണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു, അവിടുത്തെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു സഹപ്രവർത്തകൻ ഇങ്ങനെ ഒരു ദുരന്തം വരുന്ന സമയത്ത് കൂടെ ഉള്ളവർക്ക് രോഷവും ദുഃഖവും ഒക്കെ ഉണ്ടാകും. പക്ഷെ അന്നാരും വഴി തടഞ്ഞിട്ടില്ല. അന്നറിഞ്ഞത് കുഞ്ഞുകുട്ടൻ്റെ വീട് സന്ദർശിക്കാൻ തന്നെ അങ്ങനെ അറിയപ്പെടുന്നവരാരും പോയിട്ടുമില്ല എന്നാണ് കേട്ടത്. കാരണം അന്ന് ഉപതെരഞ്ഞെടുപ്പുണ്ടായിരുന്നില്ല, അതാണ് പ്രശ്നം. ഇന്ന് ഉപതെരഞ്ഞെടുപ്പുണ്ട്, അതുകൊണ്ട് ഇന്ന് വഴി തടഞ്ഞു എന്നതാണ് ആ സമയത്ത് ഉയർന്നു വന്ന വിമർശനം. ഈ വിമർശനമൊന്നും അങ്ങനെ ഒരു ആരോപണമായി ഞാൻ ഉയർത്താൻ നിന്നിട്ടില്ല. നമുക്ക് പൊതുവിൽ ജാഗ്രത പാലിക്കേണ്ടതും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തേണ്ടതും ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതും ഒക്കെ ഒരു പശ്ചാത്തലം പറഞ്ഞു പോവുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ പഞ്ചായത്തെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഇത്രയും സമയം പിന്നിട്ട സ്ഥിതിക്ക് അവിടെ പന്നിയെയും മറ്റും വെടിവെക്കാൻ ലൈസൻസ് ഉള്ള അതിന് നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അവരിപ്പോൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കാൻ കാരണം അവർക്ക് പ്രതിഫലമായിട്ട് പണം കിട്ടാനുണ്ട്. അത് കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ അവർ നിർവഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഔദ്യോഗിക സ്ഥാപനം എന്ന നിലയ്ക്ക് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവും. ഞാനേതായാലും ഇനി അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കെന്തായാലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രാഷ്ട്രീയമൊക്കെ മറന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അത്തരത്തിലൊരു അന്തരീക്ഷം ഉണ്ടായാൽ നല്ലത്, അത്രേ പറയാനുള്ളൂ. സുധീരൻ ഇവിടെ മണ്ഡലത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല, ഇതൊരു മാനുഷിക വിഷയമാണ് എന്നുള്ളതാണ്. പക്ഷേ മറ്റുള്ളവർ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇല്ല, ബഹുമാനായ VM സുധീരൻ അദ്ദേഹം മുതിർന്ന നേതാവാണ്. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ഇത്തരം കാര്യങ്ങളൊന്നും രാഷ്ട്രീയവൽക്കരിച്ചുകൂടാ. ഇത്തരം വിഷയങ്ങളിൽ സമൂഹം ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. എല്ലാ പാർട്ടിയിലും പെട്ടവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും, നല്ല നിലപാട് സ്വീകരിക്കാൻ പറ്റും. മുൻപ് ഇത്തരം കാര്യങ്ങളൊന്നും ആരും രാഷ്ട്രീയവൽക്കരിച്ചിരുന്നുമില്ല. ഇപ്പോൾ LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇത് അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നിട്ടുമില്ല. രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം നടന്നത് നിലമ്പൂരിന് പുറത്തുള്ള ചില നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. അവരാണ് ഈ ആശുപത്രിയിലുള്ളൊക്കെ വഴിയൊക്കെ തടഞ്ഞിരുന്നത്. അതിനെ മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ട് ആ സമയത്ത് ഒരുപക്ഷെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. വൈകിയാണെങ്കിലും എനിക്ക് തോന്നുന്നു അവർക്കത് ബോധ്യമായിട്ടുണ്ടാവും. ഇനി അവരങ്ങനെ വഴി തടയുന്നു ഞാൻ കരുതുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു തെറ്റായ നീക്കം ആ സമയത്ത് ഉണ്ടായി എന്നത് ശരിയാണ്, അതെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഈ ആശുപത്രിയിലേക്കുള്ള വഴി തടഞ്ഞത് മാത്രമാണെന്ന് പ്രതിഷേധത്തിന് ഇടയാക്കിയത്, വിയോജിപ്പുകൾക്കൊക്കെ ഇടയാക്കിയത്. അതങ്ങ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. ഇനി അങ്ങനെ ഒരു സാഹചര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.